ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാലയം PSC ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് ഒക്കാബുലറിയിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഇഡിയംസ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഇഡിയംസിലോട്ട് പോവാം. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഷോയിങ് റെഡിനെസ് ടു ഡു സംതിങ് എന്നാണ്. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഷോയിങ് റെഡിനെസ് ടു ഡു സംതിങ്. അറ്റ് ഓൺസ് വിറ്റ്സ് എൻഡ് നോട്ട് നോയിങ് വാട്ട് ടു ഡു എന്നാണ്. അറ്റ് ഓൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറഞ്ഞാൽ നോട്ട് നോയിങ് വാട്ട് ടു ഡു, അതായത് ഗത്യന്തരമില്ലാതെ എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്. അറ്റ് ഓൺസ് വിറ്റ്സ് എൻഡ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോയിങ് റെഡിനെസ് ടു ഡു സംതിങ്, അതാണ് ഷോയിങ് റെഡിനെസ് ടു ഡു സംതിങ്, അതാണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് 6s and 7s ഇൻ അട്ടർ ഡിസോർഡർ ആണ്. അട്ടർ ഡിസോർഡർ എന്ന് വെച്ചാൽ അലങ്കോലമാവുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. അറ്റ് 6s and 7s ഇൻ അട്ടർ ഡിസോർഡർ. ബാക്കേജ് ലെസൺ എന്താണ്? 13 ആണ്. ബാക്കേജ് ലെസൺ 13. ബീറ്റ്സ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു ഫോഴ്സ് ആൻ ഇഷ്യൂ ദാറ്റ് ഹാസ് ഓൾറെഡി എൻഡഡ്, അതാണ് ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ടു ഫോഴ്സ് ആൻ ഇഷ്യൂ ദാറ്റ് ഹാസ് ഓൾറെഡി എൻഡഡ്, അതാണ് ബീറ്റ് എ ഡെഡ് ഹോഴ്സ്. അറ്റ് 6s and 7s എന്താണ്? ഇൻ അട്ടർ ഡിസോർഡർ. അറ്റ് 6s and 7s ഇൻ അട്ടർ ഡിസോർഡർ. ബാക്കേഴ്സ് ലെസൺ 13. ബീറ്റ്സ് എ ഡെഡ് ഹോഴ്സ് ടു ഫോഴ്സ് ആൻ ഇഷ്യൂ ദാറ്റ് ഹാസ് ഓൾറെഡി എൻഡഡ്. ബീറ്റിംഗ് എറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ അവോയ്ഡിങ് ദ മെയിൻ ടോപ്പിക്, നോട്ട് സ്പീക്കിംഗ് ഡയറക്റ്റ്ലി എബൌട്ട് ആൻ ഇഷ്യൂ, അതായത് വളച്ചുകെട്ടി സംസാരിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ബീറ്റിംഗ് എറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ അവോയ്ഡിങ് ദ മെയിൻ ടോപ്പിക്, നോട്ട് സ്പീക്കിംഗ് ഡയറക്റ്റ്ലി എബൌട്ട് ആൻ ഇഷ്യൂ, അതാണ് ബീറ്റിംഗ് എറൗണ്ട് ദ ബുഷ്. ബൈറ്റ് യുവർ ടങ് എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് ടാക്കിംഗ്. ബൈറ്റ് യുവർ ടങ് ടു അവോയ്ഡ് ടോക്കിംഗ് ആണ് ബൈറ്റ് യുവർ ടങ്. അടുത്ത ക്വസ്റ്റ്യൻ, കിക്ക് ദ ബക്കറ്റ്, ഡൈ. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈ എന്നാണ് അർത്ഥം. ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ വിത്ത് ഗ്രേറ്റ് ജോയ് ആണ്. ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ഗ്രേറ്റ് ജോയ് എന്നാണ്. കിക്ക് ദ ബക്കറ്റ്, ഡൈ. ഹെഡ് ഓവർ ഹീൽസ്, വിത്ത് ഗ്രേറ്റ് ജോയ്. പിക്കപ്പ് യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ പേ അറ്റൻഷൻ. പേ അറ്റൻഷൻ എന്നാണ്. പിക്കപ്പ് യുവർ ഇയേഴ്സ്, പേ അറ്റൻഷൻ. കിക്ക് ദ ബക്കറ്റ്, ഡൈ. Head over heels, with great joy. Pick up your ears, pay attention. Burn one's fingers means get oneself into a trouble ആണ്. Get oneself into a trouble, burn one's fingers. Call a spade means speak frankly and directly. Speak frankly and directly ആണ് call a spade എന്ന് പറഞ്ഞാൽ. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആൻ അൺബിലീവബിൾ ടെയിലാണ്. അൺബിലീവബിൾ ടെയിലിനെയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആൻ അൺബിലീവബിൾ ടെയിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ബേൺ ഓൺസ് ഫിംഗേഴ്സ് എന്താണ്? ഗെറ്റ് ഓൺ സെൽഫ് ഇൻ ടു എ ട്രബിൾ. കാൾ എ സ്പേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീക്ക് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്ട്ലി. കാൾ എ സ്പേഡ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്ട്ലി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്താണ്? ആൻ അൺബിലീവബിൾ ടെയിൽ. ഇനി കുറച്ച് കളക്റ്റീവ് നൗൺസിലോട്ട് പോവാം. എ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഗ്രോവ് ഓഫ് ട്രീസ് എന്നാണ് പറയുന്നത്. ഗ്രോവ് ഓഫ് ട്രീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫ് ട്രീസ് ഒക്കെയാണ് വരുന്നത്. ബണ്ടിൽ ഓഫ് ഹേ എന്ന് പറയാറുണ്ട്. ബണ്ടിൽ ഓഫ് ഹേ ആണ്. ഷീഫ് ഓഫ് ഹേ എന്ന് പറയാറുണ്ട്. പൈൽ ഓഫ് ആംസ് എന്നും പറയാറുണ്ട്. സ്റ്റാക്ക് ഓഫ് ആംസ് എന്നും പറയാറുണ്ട്. പൈൽ ഓഫ് ആംസും പറയാറുണ്ട്, സ്റ്റാക്ക് ഓഫ് ആംസും പറയാറുണ്ട്. അടുത്ത ഷീഫ് ഓഫ് ഗ്രെയിൻസ്. ഷീഫ് SHEAF ഷീഫ് ഓഫ് ഗ്രെയിൻസും പറയാറുണ്ട്. ഗ്രെയിൻ, ഷീഫ് ഓഫ് ഗ്രെയിൻ. ക്ലസ്റ്റർ ഓഫ് നട്ട്സ്. ക്ലസ്റ്റർ ഓഫ് നട്ട്സ് പറയാറുണ്ട്. ക്ലസ്റ്റർ ഓഫ് നട്ട്സ്. അപ്പോൾ ഫോറസ്റ്റ് ഓഫ് ട്രീസ് പറയാറുണ്ട്. എ ഫോറസ്റ്റ് ഓഫ് ട്രീസ്, എ ഗ്രോവ് ഓഫ് ട്രീസ്, എ ബണ്ടിൽ ഓഫ് ഹേ അല്ലെങ്കിൽ ഷീഫ് ഓഫ് ഹേ പറയാറുണ്ട്. അതുപോലെ എ ഷീഫ് ഓഫ് ഗ്രെയിനും പറയാറുണ്ട്. എ പൈൽ ഓഫ് ആംസ്. എ പൈൽ ഓഫ് ആംസ്, എ സ്റ്റാക്ക് ഓഫ് ആംസ്, പൈൽ ഓഫ് ആംസ് അല്ലെങ്കിൽ സ്റ്റാക്ക് ഓഫ് ആംസ്. ക്ലസ്റ്റർ ഓഫ് നട്ട്സ്. ക്ലസ്റ്റർ ഓഫ് നട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കളക്റ്റീവ് നൗൺസ് ഇങ്ങനെ പറഞ്ഞു പഠിക്കുക, അല്ലെങ്കിൽ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പറഞ്ഞു പഠിക്കുക. എ ഫോറസ്റ്റ് ഓഫ് ട്രീസ്, ഗ്രോവ് ഓഫ് ട്രീസ്, ബണ്ടിൽ ഓഫ് ഹേ അല്ലെങ്കിൽ ഷീഫ് ഓഫ് ഹേ, എ പൈൽ ഓഫ് ആംസ്, സ്റ്റാക്ക് ഓഫ് ആംസ്, എ ഷീഫ് ഓഫ് ഗ്രെയിൻ, cluster of nuts.
ഇനി കുറച്ചും കൂടെ കളക്റ്റീവ് നൗൺസ് നോക്കാം. എ ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്സ് എന്നാണ് പറയുന്നത്. ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്സ് ആണ്. ഹെയിൽ ഓഫ് ബുള്ളറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓളി ഓഫ് ബുള്ളറ്റ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഹെയിൽ ഓഫ് ബുള്ളറ്റ്സ് എന്ന് പറയാറുണ്ട്, ഓളി ഓഫ് ബുള്ളറ്റ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ എ ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്സ് മറക്കരുത്. എ ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്സ്, ഹെയിൽ ഓഫ് ബുള്ളറ്റ്സ്, ഓളി ഓഫ് ബുള്ളറ്റ്സ്. അടുത്ത ലോക്ക് ഓഫ് ഹെയർ. ലോക്ക് ഓഫ് ഹെയർ, ലോക്ക് ഓഫ് ഹെയർ ആണ്. ബഡ്ജറ്റ് ഓഫ് ന്യൂസ്, എ ബഡ്ജറ്റ് ഓഫ് ന്യൂസ് എന്നാണ് പറയുന്നത്. എ ബഡ്ജറ്റ് ഓഫ് ന്യൂസ് ആണ്. എ ഹീപ്പ് ഓഫ് റൂയിൻസ്, ഹീപ്പ് ഓഫ് റൂയിൻസ് ആണ്. ട്രൂപ്പ് ഓഫ് സ്കൗട്ട്സ്, ട്രൂപ്പ് ഓഫ് സ്കൗട്ട്സ് പറയാറുണ്ട്, ട്രൂപ്പ് ഓഫ് സ്കൗട്ട്സ്. അപ്പോൾ എ ഫ്ലോട്ടില്ല ഓഫ് ബോട്ട്സ്, എ ഹെയിൽ ഓഫ് ബുള്ളറ്റ്സ് അല്ലെങ്കിൽ ഓളി ഓഫ് ബുള്ളറ്റ്സ്, ലോക്ക് ഓഫ് ഹെയർ എന്ന് പറയാറുണ്ട്. ബഡ്ജറ്റ് ഓഫ് എന്താണ് പറയുന്നത്, ന്യൂസ്, എ ബഡ്ജറ്റ് ഓഫ് ന്യൂസ്. ഹീപ്പ് ഓഫ് റൂയിൻസ്, ഹീപ്പ് ഓഫ് റൂയിൻസ് പറയാറുണ്ട്. ട്രൂപ്പ് ഓഫ് സ്കൗട്ട്സ്. ഇതെല്ലാം റെയറായിട്ടുള്ള സംഭവങ്ങളാണ്, കളക്റ്റീവ് നൗൺസിൽ വരുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ അറിയുന്നതല്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പറഞ്ഞു പഠിക്കുക. ഇനി കുറച്ച് ഫ്രേസൽ വെർബ്സിലോട്ട് പോകാം. ഫാൾ അപ്പാർട്ട് ബ്രേക്ക് ആണ്. ഫാൾ അപ്പാർട്ട് ബ്രേക്ക് എന്നാണ് പറയുന്നത്. ഫാൾ അപ്പാർട്ടിൻ്റെ ഫ്രേസൽ വെർബാണ് ബ്രേക്ക്. ഫാൾ അവേ എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് എന്നാണ്, ഡെസേർട്ട് എന്നാണ്. ഫാൾ അവേ എന്ന് പറഞ്ഞാൽ മീനിങ്, അതായത് ഫ്രേസൽ വെർബ് ഡെസേർട്ടാണ്. ഫാൾ ബാക്ക് റിട്രീറ്റ് ആണ്. ഫാൾ ബാക്ക് എന്താണ്, റിട്രീറ്റ്. ഫാൾ ഡൗൺ ടു ഫെയിൽ, ഫാൾ ഡൗൺ ആവുക, ഫാൾ ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ ടു ഫെയിൽ, ടു ഫെയിലാണ്. ഫാളിൻ എന്താണ്, കൊളാപ്സ് എന്നാണ്. ഫാളിൻ എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ആണ്, കൊളാപ്സ്. അപ്പോൾ ഫാൾ അപ്പാർട്ട് ബ്രേക്ക് ആണ്. ഫ്രേസൽ വെർബ് എന്താണ്, ബ്രേക്ക്. ഫാൾ അപ്പാർട്ട് ഫ്രേസൽ വെർബ് ബ്രേക്ക്. ഫാൾ അവേ ഫ്രേസൽ വെർബ് ഡെസേർട്ട്. ഫാൾ അവേ ഫ്രേസൽ വെർബ് എന്താണ്, ഡെസേർട്ട് ആണ്. ഫാൾ അവേ ഡെസേർട്ട്. ഫാൾ ബാക്ക് റിട്രീറ്റ്, ഫാൾ ബാക്ക് റിട്രീറ്റ്. ഫാൾ ഡൗൺ ടു ഫെയിൽ, ഫാൾ ഡൗൺ ടു ഫെയിൽ ആണ്, ടു ഫെയിൽ എന്നാണ്. ഫാളിൻ വന്നാൽ എന്താണ്, കൊളാപ്സ് എന്നാണ്, കൊളാപ്സ്. ഫാളിൻ ആവുക, കൊളാപ്സ് ആവുക. ഫാളിൻ, കൊളാപ്സ്. ഫാൾ ഓഫ് ടു ബിക്കം സ്മാളർ ഓർ ലെസ്. ടു ബിക്കം സ്മാളർ ഓർ ലെസ് ആണ് ഫാൾ ഓഫ്. അപ്പോൾ ഫാൾ ഓഫിൻ്റെ ഫ്രേസൽ വെർബാണ് ടു ബിക്കം സ്മാളർ ഓർ ലെസ്. ഫാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ക്യൂരൽ വരാം, ടു ഹാപ്പൻ അല്ലെങ്കിൽ റിസൾട്ട് ഇതൊക്കെ വരാം. ടു ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ഫാൾ ഔട്ട്, റിസൾട്ട് ഫാൾ ഔട്ട്, ക്യൂരൽ ഫാൾ ഔട്ട്. അപ്പോൾ അതാണ് ഫാൾ ഓഫ് എന്താണ്, ടു ബിക്കം സ്മാളർ ഓർ ലെസ്, ഫാൾ ഓഫ്. ഫാൾ ഔട്ട് ആണെങ്കിലോ ക്യൂരൽ, ടു ഹാപ്പൻ, റിസൾട്ട് ഇതെല്ലാം എന്താണ്, ഫാൾ ഔട്ടാണ് വരുന്നത്. ഫാൾ ത്രൂ എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രേസൽ വെർബാണ് വരുന്നത്, ഫെയിൽ അല്ലെങ്കിൽ ഡസിൻ്റെ ഹാപ്പൻ ഇതൊക്കെ വരുന്നത് ഫാൾ ത്രോയിലാണ്. ഫാൾ ത്രോ എന്ന് പറഞ്ഞാൽ ഡസിൻ്റെ ഹാപ്പൻ എന്നുള്ള മീനിങ് വരുമ്പോൾ ഫാൾ ത്രോ. ഫെയിൽ എന്നുള്ള മീനിങ് വന്നാലും ഫാൾ ത്രോ. അപ്പോൾ ഫാൾ ഓഫ് വരുന്നത് ടു ബിക്കം സ്മാളർ ഓർ ലെസ് എന്നുള്ള മീനിങ് വരുമ്പോൾ ഫാൾ ഓഫ്. ഫാൾ ഔട്ട് ക്യൂരൽ, ടു ഹാപ്പൻ, റിസൾട്ട് ഇതാണ് ഫാൾ ഔട്ട്. ഫാൾ ത്രോ എന്താണ്, ഫെയിൽ, ഡസിൻ്റെ ഹാപ്പൻ ഇതൊക്കെയാണ്. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.